ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തീർത്ഥാടന യാത്രയോടനുബന്ധിച്ച് പുറത്തിറക്കിയ ഉത്തരവ് വലിയ വിവാദങ്ങൾ ആയി മാറുന്നൊരു സാഹചര്യത്തിൽ യോഗിക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഉത്തരാഖണ്ഡ് ഒപ്പം തന്നെ മധ്യപ്രദേശ് രാജസ്ഥാൻ സർക്കാരും ഈ നിയമം നടപ്പാക്കാൻ ഒരുങ്ങുന്നു. ഇതിനിടെ വലിയ പ്രതിഷേധം NDA ഘടകകക്ഷികളിൽ നിന്നും ഉയരുന്ന ഒരു സാഹചര്യം. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഉത്തരവിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് യോഗി ആദിത്യനാഥ് വ്യക്തമാക്കുകയും ചെയ്തു. ഇതിനിടയിൽ യോഗി ആദിത്യനാഥിനെ പിന്തുണച്ചുകൊണ്ട് ചില മുസ്ലിം സംഘടനകൾ രംഗത്തെത്തി. മുസ്ലിം രാഷ്ട്രീയ മഞ്ച് ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നു. അവർ പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ രാജ്യത്തെ മുഹറം ഘോഷയാത്ര നടന്നു. ഉത്തർപ്രദേശിലടക്കം മുഹറം ഘോഷയാത്ര നടന്നു. സാധാരണഗതി ഇത്തരം ഘോഷയാത്രകൾ വലിയ കലാപങ്ങളായി മാറാറുണ്ടെങ്കിൽ ഇത്തവണ അത് ഉണ്ടായില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഹിന്ദു സഹോദരങ്ങളും സംഘടനകളുമൊക്കെ സർക്കാർ ഉത്തരവുകൾ കൃത്യമായി പാലിച്ചതുകൊണ്ടും ഈ ഘോഷയാത്രയ്ക്ക് അവർ എല്ലാവിധ സഹായങ്ങളും നൽകിയതുകൊണ്ടുമാണ്. അതുകൊണ്ട് തന്നെ തിരിച്ചും നമ്മൾ ആ മാന്യത കാട്ടേണ്ടതായിട്ട് ഉണ്ട്. മുൻകാലങ്ങളിൽ നമ്മൾ അങ്ങനെ ഒരു മാന്യത കാണിച്ചിട്ടുണ്ട്. ഈ തീർത്ഥയാത്രയ്ക്കും മറ്റും സ്വീകരണം നൽകുന്നതും അവരെ സഹായിക്കുന്ന നമുക്കൊരു നടപടിയിലേക്ക് മുസ്ലിം മതവിഭാഗത്തിൽപ്പെടുന്നവർ മുൻപും സഹായം നൽകിയിട്ടുണ്ട്. ആ മാന്യത നമ്മൾ തിരിച്ചും കാട്ടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ ഉത്തരവിൽ ഏതെങ്കിലും കുഴപ്പമുള്ളതായി തോന്നുന്നില്ല. കാരണം കുറച്ച് ദിവസത്തേക്ക് ഉള്ള ഒരു ഉത്തരവ് മാത്രമാണ്. അതായത് ഈ യാത്ര തുടങ്ങി അവസാനിക്കുന്ന ഈ ദിവസങ്ങൾ മാത്രമാണ് ഈ ഉത്തരവ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഹറം ഘോഷയാത്രയ്ക്കും ഇത്തരത്തിൽ മറ്റു ചില നിബന്ധനകളും ഉത്തരവുകളും ഉണ്ടായിരുന്നു. അത് ഹൈന്ദവ സംഘടനകളും സഹോദരങ്ങളും അനുസരിച്ചത് കൊണ്ട് വളരെ ഭംഗിയായി തന്നെ നമുക്കത് ആഘോഷിക്കാൻ കഴിയും. തിരിച്ചും നമ്മുടെ ഭാഗത്തു നിന്ന് അത് ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് യോഗി ആദിത്യനാഥിന് എല്ലാവിധ പിന്തുണയുമാണ് ഈ മുസ്ലിം സംഘടനകൾ നൽകിയിരിക്കുന്നത്. ഇത് അക്ഷരാർത്ഥത്തിൽ പ്രതിപക്ഷത്തിനെ അങ്കലാപ്പിലാക്കുന്നുണ്ട്. കാരണം പ്രതിപക്ഷം ഒന്നടങ്കം ഈ ഉത്തരവിൻ്റെ മറ പിടിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കിടയിലേക്ക് വലിയ രീതിയിൽ ഒരു തീ കത്തിച്ചിടാനുള്ള ശ്രമം കൂടി നടക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മുസ്ലിം മലയാളം.